സമസ്ത മേഖലകൾക്ക് ഊന്നൽ നൽകി കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ 2026-27 വാർഷിക ബജറ്റ് 126,67,67,040 രൂപ വരവും 100,66,30,000 രൂപ ചെലവും 26,01,37,040 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് കെ സോയ അവതരിപ്പിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. സമ്പൂർണ്ണ ഭവന നിർമ്മാണം ലക്ഷ്യമാക്കി 6,84,77,600 രൂപയാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ 2026-27 വാർഷിക ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. നെൽകൃഷി വികസനം, ജലസേചന സൗകര്യമൊരുക്കൽ, കുളങ്ങളുടെ നവീകരണം, മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി 3,88,73,500 രൂപയുടെ പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്ഷീരമേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി 1,40,00,000 രൂപയും ഉൾനാടൻ മത്സ്യബന്ധനം പ്രോത്സാഹിപ്പിക്കുന്നതിനും മത്സ്യത്തൊഴിലാളികൾക്ക് വലവാങ്ങൽ പദ്ധതികൾക്കായി 13,20,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. ABC പദ്ധതിക്കായി 30 ലക്ഷം രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കളുടെ ഉന്നമനത്തിനായി 9,19,77,600 രൂപയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി 1 കോടി രൂപയും വനിതാക്ഷേമത്തിനായി 3,29,50,000 രൂപയും വിദ്യാഭ്യാസ മേഖലയിലെ പദ്ധതികൾക്കായി 10,03,00,000 രൂപയും നീക്കിവെച്ചു. ആരോഗ്യമേഖലയിൽ അലോപ്പതി പദ്ധതികൾക്കായി 6,26,00,000 രൂപയും ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനായി 1 കോടി രൂപയും ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി 50 ലക്ഷം രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത്. വയോജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് 72 ലക്ഷം രൂപയും ഭിന്നശേഷി വിഭാഗത്തിൻ്റെ ക്ഷേമത്തിനായി 1,05,00,000 രൂപയും ഫാം ടൂറിസം പദ്ധതിക്കായി 90 ലക്ഷം രൂപയും ജൈവ വൈവിധ്യ പരിപാലന പദ്ധതിക്കായി 2,73,41,500 രൂപയും റോഡ് കെട്ടിട നവീകരണത്തിനായി 23 കോടി രൂപയും പ്രഖ്യാപിച്ചു. ഇത്തരത്തിൽ എല്ലാ മേഖലകളിലെയും പദ്ധതികൾക്ക് ബജറ്റിൽ ആനുപാതികമായ വകയിരുത്തലുകളുണ്ട്. ഇങ്ങനെ കാസർഗോഡിൻ്റെ സമസ്ത മേഖലയുടെയും വികസനവും അതോടൊപ്പം തന്നെ ജനക്ഷേമവും മുൻനിർത്തിയാണ് ബജറ്റിലെ ഓരോ പദ്ധതികളും വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് ബജറ്റ് അവതരിപ്പിച്ച ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സോയ വ്യക്തമാക്കി. കേരളത്തിലെ വടക്കേയറ്റത്തെ ജില്ല എന്ന പരിമിതി മറികടന്ന് നാം വളരെയേറെ മുന്നോട്ട് പോവുകയാണ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ദീർഘവീക്ഷണത്തോടെ ഏറ്റെടുത്ത പദ്ധതിയിലൂടെ നമുക്ക് എല്ലാ മേഖലയിലും മുന്നേറ്റം കൈവരിക്കാൻ സാധിക്കും. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ 9 മേഖലകളിലായി വിവിധ പദ്ധതികളാണ് നാം നടപ്പിലാക്കിയിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഡിജിറ്റൽ സാക്ഷരത, BMC പ്രവർത്തനങ്ങൾ, ഹരിത വിദ്യാലയങ്ങൾ, മാലിന്യമുക്തം, ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങൾ, വ്യവസായ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ, വനിതാ സംരംഭം, പട്ടികജാതി പട്ടികവർഗ നൈപുണ്യ വികസനം, ജല ബജറ്റ്, ഭിന്നശേഷി, വയോജനം എന്നിവയിൽ മികച്ച രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം അധ്യക്ഷനായി. ബഡ്ജറ്റ് എന്നാൽ ഏതാനും കുറച്ചുപേർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഏർപ്പാടല്ല, എല്ലാവർക്കും അവർക്ക് ആവശ്യമായ വിഭവം നീതിപൂർവമായി ഉറപ്പാക്കുക എന്നതാണ് സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിലുള്ള ബഡ്ജറ്റിന്റെ സാധ്യത. രാജ്യത്തിന്റെ ഭരണഘടന അതിന്റെ ആമുഖത്തിൽ തന്നെ വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അടുത്ത 5 വർഷം നമ്മുടെ ഭരണസമിതി കൂട്ടായി പ്രവർത്തിക്കും എന്നതിനുള്ള മികച്ച തുടക്കമായി ഈ ബഡ്ജറ്റ് മാറിത്തീരും എന്ന് പ്രത്യാശിക്കുന്നു. ഭരണസമിതിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ, ഭരണനിർവഹണ ഉദ്യോഗസ്ഥർ, ജില്ലാ പഞ്ചായത്തിന് കീഴിൽ വരുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും വിവിധ വകുപ്പുകളിലെയും മേധാവികൾ, മുൻ ഭരണസമിതി അംഗങ്ങൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ച ബുധനാഴ്ച നടക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.